1970 എറിക് ഒരു സാധാരണ കുട്ടിയായി വളർന്നു, കളിച്ചു, ചിരിച്ചു. എന്നാൽ ജന്മന അദ്ദേഹത്തിന് റെറ്റിനോസ്കിസിസ് എന്ന അപൂർവ രോഗമുണ്ടായിരുന്നു. കാഴ്ച പതിയെ മങ്ങിക്കൊണ്ടിരുന്നു. 13-ാം വയസ്സ്. ലോകം അദ്ദേഹത്തിനു മുന്നിൽ പൂർണ്ണമായും ഇരുട്ടിലായി. വെളിച്ചത്തിന്റെ അവസാന കണികയും മാഞ്ഞു. കൗമാരത്തിന്റെ വാതിൽക്കൽ വെച്ച് ലോകം ഒരു ഇരുട്ടുമുറിയായി മാറുമ്പോൾ പലരും തളർന്നുപോകും. എന്നാൽ എറിക് എടുത്തു ചാടിയത് ഇരുട്ടിനോടുള്ള യുദ്ധത്തിലേക്കായിരുന്നു. കാഴ്ച നഷ്ടമായെങ്കിലും അദ്ദേഹം സ്കൂളിൽ പഠനം തുടർന്നു. ഒരു അധ്യാപകനായി ജോലി ചെയ്തു. എങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് സാഹസികതയെ പ്രണയിച്ചു. കാഴ്ചയില്ലാത്തവരുടെ കായിക ഇനത്തിൽ അദ്ദേഹം മികവ് തെളിയിച്ചു. അലാസ്കയിലെ കഠിനമായ കൊടുമുടികളിൽ തുടങ്ങി യുഎസിലെ ഏറ്റവും ദുർഘടമായ പാറക്കെട്ടുകൾ അദ്ദേഹം കയറാൻ തുടങ്ങി. കണ്ണുകൾ കാണാത്തതിനാൽ കൈകൾ പാറയിലെ ഓരോ വിടവുകളും വിരൽത്തുമ്പുകൊണ്ട് അനുഭവിച്ചറിഞ്ഞു. 1995-ൽ അദ്ദേഹം അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് മെക്കിൻലി വിജയകരമായി കീഴടക്കി. അതൊരു തുടക്കം മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നം ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിലേക്ക്, എവറസ്റ്റിലേക്ക് നീണ്ടു. ലക്ഷ്യം വ്യക്തമായിരുന്നു: 7 സമ്മിറ്റ്സ് കീഴടക്കുക. അതിൽ ഏറ്റവും വലുത് എവറസ്റ്റ്. മാർച്ച് 2001 പരിശീലനം ലഭിച്ച ഒരു സംഘത്തോടൊപ്പമാണ് എറിക് യാത്ര പുറപ്പെട്ടത്. കാൽവെപ്പുകൾ സൂക്ഷ്മമായിരുന്നു. ഒരു ചുവട് പിഴച്ചാൽ പോലും ആഴമായ കൊക്കയിലേക്ക് വീഴാം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ നൽകുന്ന ശബ്ദനിർദ്ദേശങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. 8000 മീറ്ററിന് മുകളിലുള്ള പ്രദേശം, മനുഷ്യ ശരീരത്തിന് അതിജീവിക്കാൻ പ്രയാസമുള്ള മേഖല, ഓക്സിജന്റെ കുറവ്, കഠിനമായ തണുപ്പ്. ഈ ഭാഗത്താണ് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത്. ഓരോ നിമിഷവും എറിക് കാറ്റിന്റെ ഗതി കേട്ട് മനസ്സിലാക്കി. ഐസിന്റെ രൂപം കാലുകൾ കൊണ്ടറിഞ്ഞു. താൻ പിടിക്കുന്ന കയറിന്റെ ബലത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങി. അവിടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അന്ധതയായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം. 2001 മെയ് 25 രാവിലെ ലോകം കാത്തിരുന്ന ആ നിമിഷം എറിക് വെയ്ഹൻമേയർ എവറസ്റ്റ് കൊടുമുടിയുടെ നെറുകയിലെത്തി. ലോക ചരിത്രത്തിൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യത്തെ അന്ധനായ മനുഷ്യനായി അദ്ദേഹം മാറി. അവിടെ കൊടുമുടിയുടെ മുകളിൽ എറിക് തന്റെ കാഴ്ചയുടെ നഷ്ടം ഒരു പരിമിതിയായി കണ്ടില്ല. അതൊരു പുതിയ ലോകം തുറക്കാനുള്ള താക്കോലായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ വർഷം തോറും എവറസ്റ്റ് കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ കാഴ്ചയില്ലാതെ അത് കീഴടക്കിയ എറിക് മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് പരിധികളില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എറിക്കിന്റെ കഥ അവസാനിക്കുന്നില്ല. എവറസ്റ്റിന് ശേഷം 2008-ൽ അദ്ദേഹം കയാക്കിങ്ങിലൂടെ ഗ്രാൻഡ് കാന്യൻ പൂർത്തിയാക്കി. ഇരുട്ടിനെ ഭയപ്പെടേണ്ടതില്ല. ഇരുട്ടിൽ പോലും ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു.